Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 26 വ്യാഴാഴ്ച ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിൻ പ്രതിരോധ സേന വിജയകരമായി നേരിടുന്നു. അധിനിവേശം ആരംഭിച്ചതു മുതൽ ഇതുവരെ രാജ്യത്തിന് നേരെ വന്ന 154 മിസൈലുകളും 350 ഡ്രോണുകളും സേന തകർത്തു. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ജനറൽ കമാൻഡർ വ്യക്തമാക്കി. അപകട സ്ഥലങ്ങളിൽ നിന്നും സംശയാസ്പദമായ വസ്തുക്കളിൽ നിന്നും പൊതുജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് സൈന്യം നിർദ്ദേശിച്ചു. ബഹ്റിനെതിരെ ചാരവൃത്തിയും ഭീകരപ്രവർത്തനവും നടത്തിയ 14 പ്രതികളെ വിചാരണ ചെയ്യാൻ അറ്റോർണി ജനറൽ ഉത്തരവിട്ടു. ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ചേർന്ന് രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ചോർത്തുകയും ആക്രമണങ്ങൾക്ക് ഒത്താശ ചെയ്യുകയും ചെയ്തതിനാണ് നടപടി. പ്രതികളിൽ ചിലർ ഇറാനിൽ ഒളിവിലാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ കൈമാറുക, ഇറാൻ സൈനിക ക്യാമ്പുകളിൽ നിന്ന് പരിശീലനം നേടുക, സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകളും ഭീതിയും പടർത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം ചാരവൃത്തികൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു. ബഹ്റിനിലെ ഹമ്മദ് ടൗണിലെ ഒരു താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് സംഘം വിജയകരമായി അണച്ചു. അപകടത്തെ തുടർന്ന് കെട്ടിടത്തിലുണ്ടായിരുന്ന താമസക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. ഒരു വൈദ്യുതോപകരണത്തിലുണ്ടായ അമിതമായ താപമർദ്ദമാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. സംഭവത്തിൽ ബന്ധപ്പെട്ട അധികൃതർ കൂടുതൽ അന്വേഷണവും തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ബഹ്റിനിൽ പ്രവാസിയായിരുന്ന കൊല്ലം പുത്തൂർ സ്വദേശി സജി ജോർജിന് റിഫ സിത്ര ഫാമിലി ഗ്രൂപ്പ് യാത്രയയപ്പ് നൽകി. ഐവാൻ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സജി പാപ്പച്ചൻ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ തോമസ് എടിക്കുള, ബിജു എം, ഡാനിയൽ, മിബു എബ്രഹാം, ജേക്കബ് സി വി, ലിജു എബ്രഹാം, തോമസ് മാത്യു, ഷിജി മാത്യു, സിബി ബേബി, ബോണി മുളപ്പാംപള്ളിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സജി ജോർജിനുള്ള ഫാമിലി ഗ്രൂപ്പിന്റെ ഉപഹാരം ചടങ്ങിൽ കൈമാറി. ഡിജു ജോൺ മാവേലിക്കര നന്ദി രേഖപ്പെടുത്തി. മിനി സജിയാണ് ഭാര്യ. ജോയൽ സജി, നോയൽ സജി എന്നിവർ മക്കളാണ്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് ബഹ്റിനിലെ ജനൂസാൻ ഹൗസിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ സയ്യിദ് ഹുസൈൻ സയ്യിദ് ഇബ്രാഹിം മരണത്തിന് കീഴടങ്ങി. ഇതേ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സഹോദരി 3 ദിവസം മുമ്പ് മരണപ്പെട്ടിരുന്നു. സഹോദരിയുടെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ സഹോദരനും വിടവാങ്ങിയത് ബന്ധുമിത്രാദികൾക്ക് തീരാ നോവായി.
ബഹ്റിനിൽ 4-ാം ദിവസവും അസ്ഥിരമായ കാലാവസ്ഥ തുടർന്നു. ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലോടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസം രാത്രി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. വരും ദിവസങ്ങളിൽ താപനില 18 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.